ഹായ് ചിങ്കൂസ്. ഇന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഇപ്പോൾ സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. എന്നാലും എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാണ്ട് ഉറങ്ങാനായിട്ട് മനസ്സ് വരുന്നില്ല. കാരണം ഇന്ന് എൻ്റെ കുട്ടക്കാവിലമ്മയുടെ ഉത്സവം തുടങ്ങുകയാണ്. ഇന്ന് ശുദ്ധികലശമായിരുന്നു. ഇന്ന് എൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു അമ്പലത്തിൽ. ഒരു ഡാൻസ് കളിക്കുന്നതിൽ എന്താ ഇത്ര പ്രത്യേകത എന്നായിരിക്കും വീഡിയോ കാണുന്നതിൽ മിക്കവരും ഓർക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാവും, എനിക്കൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ഏതാനും മാസങ്ങളേ ആയിട്ടുള്ളൂ. അത്യാവശ്യം ഡാൻസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം എൻ്റെ കാല് സീരിയസ് ആയിട്ട് ഇഞ്ചുറി ആയിരുന്നു. നടക്കാനൊന്നും പറ്റാണ്ട് ഒരു 3 മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, എൻ്റെ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഡോക്ടറോട് ആദ്യം ചോദിച്ചത് ജാനുവരി ആകുമ്പോഴേക്കും എനിക്ക് നടക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, ജാനുവരിയിൽ നടക്കണേന് എന്താ, അതും ഇതും തമ്മിൽ എന്താ കണക്ഷൻ അഭിരാമിന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജാനുവരിയിലാണ് എൻ്റെ കൂട്ടക്കാവിൽ ഉത്സവം. എല്ലാ വർഷവും ദേവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കളിക്കണതാണ്. ഞങ്ങൾക്ക് ത്രയംബക എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ട് അമ്പലത്തിൽ. അപ്പോൾ ഈ വർഷം എനിക്ക് കാല് വയ്യാന്ന് കരുതിയിട്ട് ഞങ്ങൾക്കത് മാറ്റി വയ്ക്കാൻ പറ്റില്ല, എനിക്ക് എന്തായാലും അപ്പോഴത്തേക്കും കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ആദ്യം നമുക്ക് നടക്കാറാവട്ടെ എന്നിട്ട് കളിക്കാനൊക്കെ ആലോചിക്കാമെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. എല്ലാവരും എന്നോട് പറഞ്ഞു 6 മാസം കഴിയണം, ചിലപ്പോൾ ഒരു 10 മാസത്തോളമൊക്കെ പിടിക്കും കാല് ശരിയാവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് ഞാൻ ദേവിക്ക് കൊടുത്തൊരു വാക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭഗവാന് കൊടുത്ത വാക്ക്, ഉത്സവത്തിൻ്റെ ആ സമയമാകുമ്പോൾ എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേദന എടുത്തിട്ടാണെങ്കിലും ഞാൻ കളിക്കും എന്നുള്ളൊരു വാക്ക് ഞാൻ എൻ്റെ ദേവിക്കും ഭഗവാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ ഒരു ദിവസമായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റിയതിന് മുമ്പും അതിലുപരി എനിക്ക് ഇന്ന് ദേവിയുടെയും ഭഗവാന്റെയും മുമ്പിൽ ആ ഒരു സ്റ്റേജിൽ കളിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ബലമായിട്ടാണ് അങ്ങനെ നടന്നത്. എന്ത് വന്നു കഴിഞ്ഞാലും തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാക്കാനായിട്ട് പറ്റും. അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പൊരുത്തിക്കോളൂ. നമ്മൾ തോക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വിജയം കൈവരിച്ചിരിക്കും. അപ്പോൾ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ടത്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നന്ദി.